അത് ശരിയാണ്. തുടരുക. IC ബാലകൃഷ്ണൻ MLA കൂടി നമുക്കും ചേരുന്നു. സുൽത്താൻ ബത്തേരി MLA ഈ വയനാടിന്റെ പുനർനിർണയം സംബന്ധിച്ച് സർക്കാരിന് ചില പദ്ധതികളുണ്ട്, അതവർ വ്യക്തമാക്കുന്നു. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വാക്കുകൾ അങ്ങനെയാണ്. ഇപ്പോൾ ആദ്യം പറയുന്നത് ക്യാമ്പിലുള്ളവരെ മാറ്റി പാർപ്പിക്കുകയാണ്, അതിന്റെ ലിസ്റ്റ് പൂർത്തിയായിട്ടുണ്ടെന്ന് പറയുന്നു. ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ ഒക്കെ പൂർണ്ണ പിന്തുണയുണ്ട്. നിലവിൽ ഇതുവരെ മുന്നോട്ട് പോയ പ്രവർത്തനങ്ങളിൽ നിങ്ങളും പൂർണ്ണ തൃപ്തരാണോ? ക്യാമ്പിൽ ഏതാണ്ട് 460 പേര് ഉണ്ട്. ഏതാണ്ട് 500 കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കണം എന്നുള്ളതാണ് പൊതുവായി കാണുന്ന ഗവൺമെന്റിന്റെ ലിസ്റ്റ് അനുസരിച്ച് അവർ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇപ്പോ ഗവൺമെന്റ് പറയുന്നു ഒരു ടൗൺഷിപ്പായിട്ട് അവരവിടെ നിന്ന് പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ തീരുമാനം. ഈ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് അത് ഒരുങ്ങി വരുന്നത് വരെ അവർക്ക് വളരെ വ്യക്തമായി കുടുംബസമേതം താമസിക്കാൻ കഴിയുന്ന വീടുകളാണ് അവർക്ക് കണ്ടെത്തി കൊടുക്കേണ്ടത്. ഇന്നലെ കേട്ടു 253 വീടുകൾ ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഇതൊരു പുത്തുമല ദുരന്തം പോലെ ആകരുത്. കാരണം അവരെ പുനരധിവസിപ്പിക്കുന്നുണ്ടെങ്കിൽ, താൽക്കാലികമായി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ വാടക ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഏറ്റെടുക്കുമ്പോഴാണ് അവർക്കൊരു ആശ്വാസങ്ങൾ ലഭിക്കുക. ഇതിന്റെ അകത്ത് മറ്റൊരു കാര്യമുള്ള പുത്തുമല നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. ഞങ്ങൾ ഇതുവരെ മറ്റൊന്നും പറഞ്ഞില്ല. പുത്തുമലയില് ഇതേപോലെ വാടകയ്ക്ക് അവരെ താമസിപ്പിച്ചു. അവസാനം അത് സംഭവിച്ചത് ഗവൺമെന്റ് പ്രഖ്യാപിച്ച 4 ലക്ഷം രൂപ, വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള 4 ലക്ഷം രൂപ, അത് അക്കൗണ്ടിലേക്ക് വന്ന അഡ്വാൻസ് തുകയിൽ നിന്നും വാടക എടുത്തു കൊടുത്ത് മുന്നോട്ട് പോയ ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകളോട് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഒരു ടൗൺഷിപ്പ് പോലുള്ള പദ്ധതികള്, അപ്പൊ ഇതൊക്കെ തീരുമാനിക്കുമ്പോ ആ ക്യാമ്പിലുള്ള അംഗങ്ങളുടെ കൃത്യമായ അഭിപ്രായങ്ങൾ തേടി അതിനൊത്തുള്ള പദ്ധതികളാണ് ഇന്ന് ജില്ലയെ സംബന്ധിച്ച് നമ്മൾ കാണുന്നത്. അത്തരം കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ എവിടെ MLA ഒരു കാര്യം, അതായത് ഇന്നലെ നമുക്കറിയാം ഈ സർക്കാരിന് നിലവിൽ ലഭിക്കുന്ന ഓഫറുകൾ പലതരത്തിൽ ലഭിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ സർക്കാർ സ്വന്തം നിലയിൽ കണ്ടെത്തുന്ന വാടക വീടുകൾക്കും അപ്പുറം നിരവധി ആളുകൾ സൗജന്യമായി വീടുകൾ വിട്ടു നൽകാം എന്നൊരു ഓഫർക്ക് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്നലെ ഞങ്ങളുടെ ന്യൂസ് 8ന്റെ 1 Day for വയനാട് ക്യാമ്പയിനിലടക്കം നിരവധി ഓഫറുകൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ സർക്കാരിന് കൈമാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്വകാര്യമായി വ്യക്തികൾ നിരവധി ആളുകളായി നൽകുന്ന ഓഫറുകൾ, അതിനെ കൺസോൾഡേറ്റ് ചെയ്ത് പോകാൻ ഒരു സംവിധാനം കൃത്യമായി തന്നെ നമുക്ക് പ്രവർത്തിക്കുന്നുണ്ടോ അവിടെ? അത് താങ്കൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ? അല്ല, അത് ഞങ്ങൾ കഴിഞ്ഞ സബ് കമ്മിറ്റി യോഗങ്ങളിലൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ താൽക്കാലികമായുള്ള പുനരധിവാസം എന്ന് പറയുന്നത് ഒരു മേപ്പാടി പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങാതെ സൗജന്യമായി മറ്റ് പഞ്ചായത്തുകളിൽ 1-2 വർഷത്തേക്ക് താൽക്കാലികമായി പുനരധിവാസത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറുള്ള വീടുകൾ ഏറ്റെടുക്കുക. ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ തന്നെ നിർമ്മിച്ച ഹൗസിംഗ് ബോർഡ്, അതോടൊപ്പം തന്നെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് വീടുകൾ, ഇങ്ങനെ നിരവധി വീടുകളുണ്ട് പുനരധിവാസത്തിന്റെ. അത്തരം വീടുകളൊക്കെ താൽക്കാലികമായി ഏറ്റെടുത്തു കഴിഞ്ഞാൽ വലിയ ബാധ്യത ഗവൺമെന്റിന് ഒഴിവാകുമെന്നുള്ളത് കഴിഞ്ഞ യോഗങ്ങളിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ പരിശോധന നടത്തേണ്ടതും കണ്ടെത്തേണ്ടതും ഗവൺമെന്റിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ചുമതലയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിലൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും.